സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 സ്നേഹക്കൂടാരം. റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ എപ്പിസോഡിൽ മദ്യപാനത്തിലേക്ക് നയിക്കുന്ന ചില കാരണങ്ങൾ ഇവർ തന്നെ നമ്മളോട് ഷെയർ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. മദ്യപാനത്തിലേക്ക് മനുഷ്യൻ നയിക്കുന്ന വേറെയും ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ഈ ദമ്പതികളോട് ചോദിച്ച് നമുക്കിന്ന് ഈ ഷോയിൽ പങ്കുചേരാം. നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഷോയിൽ പങ്കെടുത്തവർ നമ്മൾ കഴിഞ്ഞ തവണ പരിചയപ്പെടുത്തിയതാണെങ്കിൽ ശരി, ഇന്ന് ഞങ്ങൾ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ജോസി തൂമ്പാക്കോട്. ജോസി ഫ്രം തൂമ്പാക്കോട്. ഓക്കെ. ഷൈനി തൂമ്പാക്കോട്. ഷൈനി. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും കൂടി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 21 വർഷം. 21 വർഷം. മക്കൾ എത്ര പേരാ? 2 പേര്. 2 പേര്. അപ്പൊ നമ്മുടെ ഈ ഷോയിലേക്ക് നിങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഓക്കെ. നിങ്ങളുടെ പേര്? എന്റെ പേര് തങ്കപ്പൻ. തങ്കപ്പ ചേട്ടൻ. ഓക്കെ. എവിടെ നിന്ന് വരുന്നു? അടിച്ചില്ലി. ഓക്കെ. യെസ്. ചേച്ചിയുടെ പേരോ? മണി തങ്കപ്പൻ. മണി. ഓക്കെ. എത്ര വർഷമായി നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്? 36 വർഷം. 36 വർഷം. സന്തോഷമായിട്ട് പോകുന്നല്ലേ? മക്കൾ എത്ര പേരാ? 2 പേര്. 2 പേരുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ പേര്? എൻ്റെ പേര് സജിമോൻ. സജിമോൻ. എവിടെ നിന്ന് വരുന്നേ? പുഷ്പഗിരി. പുഷ്പഗിരി. ഭാര്യയുടെ പേരോ? ഷീജ സജിമോൻ. ഷീജ സജിമോൻ. എത്ര വർഷമായി കൂട്ടുകെട്ട്? 13 വർഷം. 13 വർഷം. മക്കള്? 3 പേര്. 3 പേരുണ്ട്. സന്തോഷമായിട്ട് പോകുന്നു. സന്തോഷമായി. നമ്മുടെ ഈ ഷോയിലേക്ക് നിങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ പേരോ? എന്റെ പേര് ഷാജു. ഷാജു. എവിടെ നിന്ന് വരുന്നേ? ദേവഗിരി. ദേവഗിരി. ഓക്കെ. ഭാര്യയുടെ പേര്? എന്റെ പേര് മരിയ. മരിയ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 22 വർഷം. 22 വർഷം. മക്കള്? 2 പേര്. 2 പേര്. വളരെ സന്തോഷമായിട്ട് പോകുന്നോ? അതെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം. ഇനി നിങ്ങളുടെ ഭാര്യമാർക്ക് ഇതിനെക്കുറിച്ച് എന്തായിരിക്കും പറയാനുള്ളത്? നിങ്ങളുടെ ഭർത്താവിൻ്റെ മദ്യപാനത്തെ കുറിച്ചല്ല, മറിച്ച് പൊതുവായിട്ട് ഈ മദ്യപാനത്തിലേക്ക് വരുന്ന ആ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഈ മദ്യപാനത്തിലേക്ക് നയിക്കുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും കാരണങ്ങൾ? ശരിക്കും നിങ്ങൾ ഭർത്താവിൻ്റെ കൂടെ ഈ മദ്യപാനം എന്ന് പറയുന്ന ഒരു വിപത്തിന് നേരിട്ട വ്യക്തികളാണല്ലോ, അല്ലേ? അപ്പോൾ ഇദ്ദേഹം മദ്യപാനത്തിൽ നിന്നിപ്പോൾ വിമോചിതനായി ഒരു പുതിയ ജീവിതം നയിക്കുകയാണ്. പക്ഷേ ഈ മദ്യപാനത്തിലേക്ക് മനുഷ്യരെ നയിക്കപ്പെടാനായിട്ട് ചില കാരണങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? എന്തായിരിക്കും അത്? ഷൈനിക്ക് എന്ത് തോന്നുന്നു? കുടുംബത്തിലെ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവര് മദ്യത്തിലേക്ക് പോകുന്നത്. അതായത് എന്തെങ്കിലും സ്ട്രെസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു മനസ്സിനൊരു സന്തോഷമില്ലായ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക പ്രശ്നങ്ങളോ അല്ലേ? അതായത് ഭാര്യയും അമ്മായിമ്മയും മരുമോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് ഇവർക്കാണല്ലോ കൂടുതൽ. പിന്നെ മക്കളെ നന്നായിട്ട് നോക്കിയില്ല എന്നുള്ളൊരു ഇതിനകത്തൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അതിനെ അതിജീവിക്കാനായിട്ട് മദ്യത്തിൽ ആശ്രയിക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ പിന്നെ ഇവർക്ക് ദേഷ്യങ്ങൾ കൂടും. അതെ അതെ. ഇപ്പൊ ചിലർക്ക് കടബാധ്യത വന്നു കഴിയുമ്പോ ചിലർ മദ്യപാനത്തിലേക്ക് തിരിയും. കാരണം നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ, ടെൻഷൻ, സ്ട്രെസ്, അല്ലേ? അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഒരു റിലാക്സേഷൻ ലെവല കിട്ടും. അതിന് വേണ്ടിയിട്ട് മദ്യപാനത്തിലേക്ക് മാറും. ഓക്കെ. അതായത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അറിയണ്ട. ആ വീടെന്നുള്ള ലോകം വിട്ട് അവരുടേതായ സുഖലോകത്തിലേക്ക് അവർ മയങ്ങി വീണു. അപ്പൊ അങ്ങനെ ആവുമ്പോൾ
അവർക്ക് മദ്യത്തോട് കൂടുതലായിട്ട് അവർ ഇത് ചെയ്യും. അതെ അതെ. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ മദ്യത്തെ ചിലരെ ആശ്രയിക്കുന്നത് അത് അല്ലേ? തന്നെ അത് തന്നെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അത് തന്നെ ലക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് വരണ്ട അവർക്ക്. അതെ 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 അതെ. പിന്നെ കുറെ കൂട്ടുകാരന്മാരും ആഹാ, കൂട്ടുകെട്ട്. അതാണ് കൂട്ടുകെട്ടാണ് കൂടുതൽ വഴി തെറ്റിക്കണേ. ഇപ്പത്തേലും മുന്നത്തേലും എല്ലാ യുവജനങ്ങളെയും വലിയ ആൾക്കാരെയൊക്കെ വഴി തെറ്റിക്കുന്നത് കൂട്ടുകെട്ടാണ്. ഈ മദ്യപാനത്തിലേക്ക് നമ്മൾ നയിക്കുന്ന ചില കൂട്ടുകെട്ടുകളുണ്ട്. അതെ, അത് നമ്മളെ അതിനകത്തേക്ക് വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതിന്ന് കേറി പോരാൻ നോക്കിയാലും അവര് നമ്മളെ അവനെ തന്നെ പിടിച്ചിടും. അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ, കൊള്ളാം. താങ്ക് യു കേട്ടോ. എന്തെങ്കിലും മണിച്ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ മദ്യപാനം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മാത്രമല്ല ചുറ്റിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഈ മദ്യപാനത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കൂട്ടുകെട്ട്, പ്രശ്നങ്ങള്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നല്ല ചില കാര്യങ്ങളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ടാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും കാരണങ്ങൾ തോന്നുന്നുണ്ടോ? ഇല്ല, ചേട്ടന് ഇതുപോലെ തന്നെ വേണ്ട കൂട്ടുകാരാണ്. ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്. ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്. നല്ല ജോലി, ആളുകൾ ചെറുപ്പത്തിൽ നല്ല ജോലിയായിരുന്നു, ചെത്തൊക്കെ ആയിരുന്നു. അതെ അതെ. ഷാപ്പിൽ ജോലിക്ക് പോയിട്ടുണ്ട്. ശരി. അപ്പൊക്കെ വേണ്ട കൂട്ടുകാരിമാരുണ്ട്. അങ്ങനെയൊക്കെ പോയിട്ടുള്ള അതാണ് ആ കൂടുതൽ ചേട്ടന് വരാൻ കാരണം. അങ്ങനെ അപ്പൊ ആ കൂട്ടുകെട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലേ? ഓക്കെ, എന്തെങ്കിലും സഹോദരിക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടിട്ട്? സന്തോഷം വന്നാലും സങ്കടം വന്നാലും അപ്പൊ സങ്കടത്തിൽ മാത്രമല്ല സന്തോഷം വന്നാലും ഇത് വേണം. എന്തെങ്കിലും പരിപാടികൾ വന്നാലും അത് അവര് കൂട്ടുകാരന്മാര് കൂടി അങ്ങനെ കുടിക്കും. അപ്പൊ അതൊരു ആഘോഷമാക്കുന്നതാണ് അല്ലേ? ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ പുറത്ത് വീട്ടില് കുറെ കടബാധ്യതകളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊന്നും തരണം ചെയ്യാനായിട്ട് അവര് ഈ ലഹരിയാണ് അവര്. അതെ, അതായത് രോഗം വന്നു കഴിഞ്ഞാൽ കുടിക്കും, പിന്നെ സുഖപ്പെട്ടാലും കുടിക്കും. കാരണം രണ്ടിനും ഒരു കാരണമുണ്ടല്ലോ അല്ലേ? അപ്പൊ ജീവിതത്തിൽ ഒരു ആഘോഷം ഇതുണ്ടെങ്കിലേ സാധിക്കുള്ളൂ എന്നൊരു തോന്നല്, അതിൽ നിന്ന് മനുഷ്യർ അങ്ങനെ മദ്യപാനത്തിലേക്ക് തിരിയുന്ന അവസ്ഥകളുണ്ട്. അതെ അതെ അല്ലേ? ഓക്കെ, യെസ്. എന്താണ് വീട്ടില് ഉത്തരവാദിത്വം ഇല്ലാണ്ടാവുമ്പോ വീട്ടിലെ അപ്പൻ എപ്പോഴും കുറ്റമൊക്കെ പറയും. അപ്പൊ ആ ദേഷ്യത്തിന് പുള്ളി ഇറങ്ങിപ്പോയി കുടിക്കാനൊക്കെ പോകും. പിന്നെ ഒരു ദിവസം പണിയില്ലാണ്ടായാലും കൂട്ടുകാരന്മാര് വരും. ഷാജുണ്ടോ എന്ന് ചോദിച്ചു വരും. അങ്ങനെ വിളിച്ചുകൊണ്ട് പോകും. കൂട്ടുകാരുടെ നല്ല കൂട്ടുകാർ ഏത് കവലയ്ക്ക് നിന്നാലും എവിടെ നിന്നാലും കൈവക്കി കാണിച്ച് വിളിച്ചുകൊണ്ടൊക്കെ പോകും. അതെ 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 അതെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നമ്മുടെ കുടുംബങ്ങളിൽ ഐ മീൻ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും എല്ലാവരും മദ്യപാനത്തിലേക്ക് തിരിയുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ സഹോദരങ്ങൾ ഉണ്ടാവുമല്ലോ, അവരൊക്കെ നിങ്ങളെ പോലെ മദ്യപാനത്തിലേക്ക് വീണോ? അങ്ങനെ എനിക്ക് അതിലൊരു അഭിപ്രായമുണ്ട്. മദ്യപാനികൾ എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മളെല്ലാവരും കാണുന്ന മദ്യപാനികളായിട്ട് കൂട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഒരു കുടുംബത്തെ ഏറ്റവും നല്ല വ്യക്തിയായിരിക്കും മദ്യപാനിയായി മാറിണ്ടാവുക. വ്യത്യാസമുണ്ട്. കുടുംബത്തിലെ ഏറ്റവും നല്ല ആളായിരിക്കും, നല്ല വ്യക്തിയായിരിക്കും അവൻ മദ്യപാനത്തിൽ അടിമപ്പെട്ട. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞങ്ങളുടെയൊക്കെ മനസ്സുകൾ ഭയങ്കര ലോലാണ് അച്ഛാ. ഓ ശരി, സന്മനസ്സുള്ളവരാണ്. ഞങ്ങൾക്ക് ചിലത് കണ്ട് സഹിക്കാൻ പറ്റില്ല. അതെ അതെ, അതാണ് ഞങ്ങളെ മദ്യപാനത്തിൽ എത്തിച്ചത്. അത് നമ്മുടെ ഹൃദയം വളരെ ലോലമാണ്. മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോ നമ്മൾ അറിയാതെ മനസ്സലിഞ്ഞു പോകും. അലിയുന്ന മനസ്സിനെ അതിജീവിക്കാനാണ് നമ്മൾ കുടിച്ചു തുടങ്ങുന്നത്. ഞാനും അച്ഛനോട് വേറൊരു കാര്യം, ഞങ്ങൾ ഈ കുടി നിർത്തിയവര് തന്നെ അച്ഛൻ ഞങ്ങളെ ചോദിച്ച പിന്നീട് എത്താൻ പറ്റാതിരിക്കും. ഈ കുടി നിർത്തിയ ഓരോ വ്യക്തികളും ആ കുടുംബത്തിന്റെ ഏറ്റവും നല്ല കാതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്, കുടുംബത്തിലെ ഏറ്റവും നല്ല വ്യക്തിയായിരിക്കും കുടിയനായിട്ടുണ്ടാവുക. അവൻ കുടി മാറ്റി കഴിയുമ്പോ ആ കുടുംബത്തിലെ നിന്നല്ല, ആ സമൂഹത്തിലെ നിന്നല്ല, ആ മേഖലയിലെ തന്നെ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു വ്യക്തി, നല്ലൊരു മനസ്സിന്റെ ഉടമ, ഐ മീൻ മറ്റുള്ളവരുള്ള ഒരു കരുതലുള്ള ഒരാള്, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ കൂടെ ദുഃഖിക്കാൻ കഴിയുന്ന ഒരാള്, അവർക്കൊക്കെയാണ് ഈ മദ്യപാനത്തിലേക്ക് കൂടുതൽ പ്രചോദനം വരുന്നതെന്നാണ് പറയുന്നത് അല്ലേ? അതെ, അവരാണ് ഇതിലേക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതെ അല്ലേ? ഓക്കെ, എന്താണ് ഷാജു? അത് ഇപ്പൊ മദ്യപാനിയാണെങ്കിൽ ആ വ്യക്തി പോകുന്ന റൂട്ടില് പെട്ടെന്നൊരു അപകടം പെട്ടെന്ന് കണ്ടാൽ ശരിയാ ആ വ്യക്തി മറ്റൊന്നും ചിന്തിക്കാതെ കൊണ്ട് അതിന്റെ ദൂഷ്യഫലങ്ങൾ ഇനി വരാനിരിക്കുന്ന ഒന്നും ചിന്തിക്കില്ല. അത് പെട്ടെന്ന് ആളെ വഴിയെടുത്ത് കിട്ടുന്ന വണ്ടി വിളിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകും. ബാക്കിയുള്ള കാര്യം അവിടെ വെക്കട്ടെ. ഒരു മരണാവശ്യം വന്നാ മഴ പെയ്ത് തെന്നി കിടക്കുന്ന മരമാണെങ്കിൽ പോലും ആ വ്യക്തി പെടച്ചു കയറി പന്തലിടാനുള്ള കാര്യങ്ങൾ തിരക്ക് പിടിച്ചിട്ടൊക്കെ അയാൾ ചെയ്യും. പക്ഷെ മറ്റുള്ള ഒരു വെള്ളയോ അല്ലെങ്കിൽ മറ്റൊക്കെ ഇട്ട് മാറി അങ്ങ് നിൽക്കും. അവൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പം മദ്യപാനിക്ക് അങ്ങനെയും കൂടി ഒരു മനസ്സ്, നല്ല മനസ്സുണ്ട്. അതായത് മറ്റുള്ളൊരു ദുഃഖം കാണുമ്പോ അലിയുന്ന ഒരു മനസ്സുണ്ട് അല്ലെ? പക്ഷെ അതിലുപരി അവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധം
അവനില്ല, അവനപ്പോ ഇല്ല. അപ്പൊ ഇല്ല. അതാണ് ഏറ്റവും വലിയ അപകടം. അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ചില മദ്യപാനികൾ ചിലപ്പോ മദ്യങ്ങൾക്ക് അകത്ത് നിന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ അല്ലാത്ത ദിവസം പെട്ടെന്ന് കരയുന്ന ആൾക്കാരുണ്ട്. മനസ്സ് വളരെ ലോലമായതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കരച്ചിലൊക്കെ വരുന്നത് അല്ലേ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തില് ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിലും ശരി, മദ്യപാനികൾ നല്ല മനസ്സുള്ളവരായതുകൊണ്ടാണ് മദ്യപിക്കുന്നത്. മറ്റുള്ളവർ കൂടുതൽ സ്വാർത്ഥത ഉണ്ടാവും മറ്റുള്ളവർക്ക്. എനിക്ക് അത് വേണം ഇത് വേണം, ആ സ്വത്തിന്റെ പകുതി പിടിക്കണം. മദ്യപാനിക്ക് അവന് അന്നപ്പത്തെ കുടിച്ച മതി, അന്നത്തെ ദിവസം കിട്ടിയാൽ മതി. അവന് അതൊന്നും ആഗ്രഹമില്ല. അച്ഛൻ നോക്കിയോ, ഇപ്പൊ ഞങ്ങൾ ഓരോരുത്തരും എടുത്ത് നോക്കി അച്ഛൻ അതിലേക്ക് എത്തും. ഞങ്ങളായിരിക്കും ആ മാതാപിതാക്കളൊക്കെ വളരെ, ഞങ്ങൾ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ എപ്പോഴും പറയും, നീയൊന്നും ഞങ്ങളെ ഒരിക്കലും നോക്കില്ല, നീ ഞങ്ങളെ ഒരിക്കലും നോക്കില്ല, ഞങ്ങൾക്ക് ഒരു യാതൊരു പ്രതീക്ഷയും ഇല്ല. സത്യമാണ്. കാരണം ഞങ്ങൾ ഇങ്ങനെയുള്ള വരുന്നു, 24 hour വെള്ളത്തിൽ വരുന്നു, പറയാവുന്ന പറയുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഞങ്ങളൊക്കെയാണ് പിന്നീട് ബാക്കി ഉണ്ടായിട്ട് മാതാപിതാക്കൾക്ക് ആശ്രയമായി മാറുന്നത്. ഇപ്പൊ എന്റെ വീട്ടില് 99 വയസ്സുള്ള അപ്പനുണ്ട്. ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ 99 വയസ്സുള്ള അപ്പനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആക്കി ക്ലിയർ ആക്കി കിടത്തിട്ട് ഭക്ഷണം വരെ റെഡി ആക്കി കൊടുത്തിട്ട് തന്നെ 99 വയസ്സ് വരെ നോക്കാനുള്ള മനസ്സ് ഇപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടെന്ന്. അത്രയും ഞാൻ മനസ്സിന്റെ ഉടമകളാണ്. അത് ഇവര് ഓരോരുത്തരുടെ അടുത്ത് വെച്ച് അറിയാൻ പറ്റും. അത് മോഡലായിരിക്കും. അതായത് എന്റെ സുഹൃത്തുക്കള്, അതായത് ഞാനുണ്ട് ഒരു 3-4 പേര്. ഈ സുഹൃത്തുക്കള് വളരെ മനസ്സ്, അതായത് ഇപ്പൊ ഷാജു പറഞ്ഞ പോലെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചെറിയ പ്രശ്നം, ഒരു ആക്സിഡന്റ് ആവട്ടെ, ഒരാൾ മരിക്കാവട്ടെ, അവിടെ എന്താ പെട്ടെന്ന് കരയാ പിടിക്കുക ചെയ്യുക, അവര് മാത്രമേ ഇങ്ങനെ കൂടുതൽ കുടിച്ച് കണ്ടിട്ടുള്ളൂ. നേരെ മറിച്ച് അവരുടെ അനുജന്മാരുണ്ട് മനസ്സ് കട്ടിയുള്ള, അത് കണ്ടാലും ആരും മൈൻഡ് ചെയ്യില്ല, അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് തോന്നുന്ന കുറെ പേരുണ്ട്. അത്രയും പേര് ഇന്നും മദ്യപാനികളല്ല, അല്ലെങ്കിൽ മിതമായ മദ്യപാനികളാ. പക്ഷെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിക്കാനും ഉണ്ടായ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കുട്ടികളുള്ള. കാരണം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചു നമ്മളെ, അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, നമ്മളെങ്ങനെയും കണ്ടു വിളിച്ച് ഓടി വന്ന് കാര്യം പറഞ്ഞാൽ സൈക്കിളുമ്പോ വന്ന് കാര്യം പറഞ്ഞ് നമ്മൾ ചെല്ലണ്, അതിൽ ബന്ധപ്പെടണ്, ഉടനെ ആ പരിപാടി തരണം ചെയ്യും. പക്ഷെ അതിനപ്പുറത്ത് വലിയൊരു പരിപാടി അപ്പോഴും വേറെ ചെയ്യണം നമ്മള്, കമ്പനി കൂടുക, ആ പരിപാടിയുടെ ഭാഗമായിട്ട് ഇപ്പുറത്ത് കുറെ മദ്യപിക്കുക. അപ്പൊ അത് ഇതിൽ മുഴുവൻ ഉണ്ടായവരും മുഴുവൻ ഈ നല്ല മനസ്സുള്ളവരും അല്ലെങ്കിൽ അധികം കഠിന മനസ്സല്ലാത്ത കുറെ പേരുണ്ട്. അപ്പൊ നിങ്ങള് മറ്റുള്ളവർക്ക് സഹായം കരുതുന്നതിൽ വളരെ നല്ല ആൾക്കാരാണ് ആയിരുന്നു അന്നൊക്കെ. എന്തുണ്ടായാലും ഇടപെടും. വെച്ചാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലും അന്നൊക്കെ എടുത്തു കൊണ്ടുപോകണല്ലോ. നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. കഴിഞ്ഞ് വന്നാൽ നേരെ ചാരായം മേടിക്കുക, കഴിക്കുക. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും കഠിന മനസ്സുള്ളവർക്ക് ഇതിലൊന്നും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അത്ര മദ്യപാനികളും എല്ലാവരും മദ്യപാനികളിൽ അപ്പൊ ഒത്തിരിയേറെ നന്മകളുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ഓക്കെ, എന്തെങ്കിലും സജിമോൻ എന്തെങ്കിലും? മദ്യപാനികള് ആരും അവർ സെൽഫിഷ് അല്ല, സ്വാർത്ഥരല്ല. പിന്നെ അതിൽ 1-2 കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇന്ന് ഇത് കോമൺ ആയിട്ട് ഒരു കേസ് വെച്ചാൽ, ഒരു 5 മണിക്ക് ശേഷം ഒരു മരണം നടന്നൊരു വീട്ടില് ആദ്യം ഈ മദ്യപാനികൾ 2-3 പേര് വന്നു കഴിഞ്ഞാൽ അവരാദ്യം ചോദിക്കുന്ന ഫസ്റ്റ് ചർച്ച ചെയ്തൊരു കാര്യം, ബിവറേജിൽ ആരാ പോണേ? കാരണം അന്ന് ഉറക്കൊളിക്കണം. അപ്പൊ ഒരു 3 ലിറ്റർ ഒരു 6 ലിറ്റർ മേടിക്ക് സ്റ്റോക്ക് ചെയ്യും. കാരണം അത് വേറെ അതിന്റെ ഒരു വേറൊരു വെച്ചാൽ, ഇന്നത്തെ കള്ളുകൂടി പൈസ ചെലവില്ലാണ്ട് നടക്കും. മരിച്ച ആരെങ്കിലും ഇതിൽ വരും, അതൊന്ന്. പിന്നെ അവര് ഇതിന് സഹായിക്കണം, എന്ത് കാര്യത്തിനും ഒരു സഹായിക്കാൻ മുന്നോട്ട് ഇറക്കണം. അത് എപ്പോഴാണെങ്കിലും ഇനി അതിൽ അച്ഛൻ എവിടെ പോകുന്ന ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരു കല്യാണ വീട്, ഒരു മരണ വീട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന വീടുകള്, അവിടെയൊക്കെ ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റിന്റെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, സാധാരണ ഒരു അവിടെയൊക്കെ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഇവരായിരിക്കും. 3 പെഗ് 2 പെഗ് അടിച്ച് അത്യാവശ്യം അവർ നല്ല ടിപ്പായിട്ട് വരും. രാവിലെ നല്ല വസ്ത്രം നല്ല ഒക്കെ വന്ന് ഒരു ഉച്ചക്ക് ആവുമ്പോഴേക്കും പതുക്കെ ലൈനിൽ നിന്ന് പോകുന്നു. അപ്പൊ അവര് ഒന്ന് ഇവരെ സഹായിക്കണം. പക്ഷെ സഹായിച്ച് ആ വരുന്ന ഫംഗ്ഷൻ അവര് അലമ്പാക്കും. അവര് മനഃപൂർവ്വമല്ല, മദ്യത്തിന്റെ അതിപ്രസരം കൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ കാര്യങ്ങള് എന്ന് വെച്ചാൽ ഉള്ളിന്റെ ഉള്ളില് ആത്മാർത്ഥമായ സ്നേഹമുണ്ട് ഇവരുടെ. അതായത് എല്ലാവരുടെയും ലക്ഷ്യം എന്താന്ന് വെച്ചാൽ, ഞാൻ സന്തോഷിക്കുന്നു, അതുപോലെ എന്റെ കൂടെ ഉള്ളവർക്കും ഒരു സന്തോഷം കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. സാധിക്കുന്നില്ല. കാരണം ഇത് ചെയ്തു വരുമ്പോൾ അത് നെഗറ്റീവായിട്ട് പോവാണ്. അതാണ് ഇതിന്റെ മെയിൻ കേസ്. ആരും അത്ര ക്രൂരന്മാരോ അങ്ങനെയല്ല. കാരണം ഇതിനൊക്കെ ഇത് നിർത്തി വന്ന എല്ലാവരും കിട്ടി അവര് മോട്ടിവേറ്റഡ് വന്നവരൊക്കെ
റോക്കറ്റ് പോണ വേഗത്തിൽ അവർ പോണേ. കാരണം അവര് പിടിച്ചാൽ കിട്ടില്ല, അത്രയ്ക്ക് പവറാ. അതെ അതെ. അവരുടെ ഉള്ളിൽ എത്രയും നാളും നഷ്ടപ്പെട്ടു പോയ കുറെ കുറ്റബോധമുണ്ട്. അതുകൊണ്ട് അവർ ഭയങ്കര ഇൻസ്പിറേഷനിൽ കുടുംബം, നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങള്, അവരൊക്കെ ആയിട്ട് സഹകരിക്കാൻ ഭയങ്കര മനസ്സുണ്ടാവും. അതെ അതെ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നിലവിൽ അവര് നല്ല മനുഷ്യർ തന്നെയാണ്. അതെ അതെ. മദ്യത്തിന്റെ പെട്ടുപോയി, നഷ്ടപ്പെട്ടു പോയത്. അതല്ലേ? യെസ്, അത് നിങ്ങൾ പറയുന്ന ഒരു കാര്യം എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഈ മദ്യപാനം നിർത്തിയിട്ടുള്ളവർ ബഹുഭൂരിഭാഗം പേരും വളരെ നല്ല രീതിയിൽ ഒരു പക്ഷെ മറ്റുള്ളവരെക്കാൾ കുടുംബം നോക്കുന്നവരും അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നവരും മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കാനായിട്ട് ശേഷിയുള്ളവരുമാണെന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എടുത്തു നോക്കിയോ, ഇപ്പൊ ഈ കുടി നിർത്തിയ മദ്യം നിർത്തിയ ഏത് കുടുംബങ്ങൾ എടുത്തു നോക്കിയോ. ഇപ്പൊ ഞങ്ങള് 4 കുടുംബങ്ങൾ പിടിക്കണമെങ്കിൽ ഇനി ഒട്ടനവധി കുടുംബങ്ങൾ വേറെ ഉണ്ടല്ലോ. ആ വീടുകളിലൊക്കെ അച്ഛനൊന്ന് സംസാരിച്ച് നോക്കിയാൽ മനസ്സിലാകും. കാരണം ഒട്ടനവധി നല്ലത് ചെയ്യുന്നവരായിരിക്കും. സമൂഹത്തിനും പള്ളിയിലുള്ള അമ്പലം അങ്ങനെ എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതിപ്പോ ഈ സജിമോൻ പറഞ്ഞ പോലെ തന്നെ വീടുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെയൊക്കെ മുന്നത്തെ ചിന്താഗതി ഇങ്ങനെയാണ്. ഞങ്ങൾ അവിടെ ചെന്ന് അവരെ ഒരു മരിച്ച വീടാണെങ്കിൽ ചെന്ന് കുളിപ്പിക്കാനോ ഡ്രസ്സ് മാറ്റിക്കാനോ ഒക്കെ ഞങ്ങളെ റെഡിയാണ്. പക്ഷെ അതിക്ക് പാട് ഞങ്ങൾക്ക് 2 കിട്ടണം. 2 കിട്ടിയാലേ അതിനൊക്കെ ധൈര്യമുള്ളൂ. ഇപ്പൊ ഈ മദ്യപാനം നിർത്തിയതിനു ശേഷം നമ്മൾ അങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. മദ്യം വേണ്ട, എല്ലാം ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് അന്ന് കിട്ടിയ ധൈര്യം ഞങ്ങൾക്ക് ഇന്നും ഉണ്ട്. കുടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ധൈര്യമായിട്ട് ഒന്ന് പോയി ഒരാളെ കുളിപ്പിക്കണം, ഡ്രസ്സ് മാറ്റണം, എന്ത് ചെയ്യണം ഞങ്ങൾ ഓൾറെഡി അവിടെ എല്ലാം ആക്റ്റീവ് ആയിരിക്കും. ആ നല്ല മനസ്സ് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. മദ്യപാനം മാറി, പക്ഷെ ഇത് അവശേഷിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ മദ്യപാനത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് പല കാരണങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ചില കൂട്ടുകെട്ടുകൾ, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ചില ദുഃഖങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചിലപ്പോൾ നമുക്ക് വേണ്ടത്ര പോലെ സ്നേഹം കിട്ടാത്തതുപോലെ തോന്നുക, അംഗീകാരം കിട്ടാത്തതുപോലെ തോന്നുക, അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് വീഴും. പിന്നെ ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മളറിയാതെ തന്നെ അത് രുചിച്ച് നോക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ സമൂഹത്തിൽ തന്നെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് ഇതിനെ പറയുക, അങ്ങനെയുള്ള ചില കാരണങ്ങളൊക്കെയാണ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു വെച്ചത്. പിന്നെ എനിക്ക് തോന്നുന്നത് ശാസ്ത്രം പറയുന്ന മറ്റു ചില കാരണങ്ങളുണ്ട്. ഒരു വീട്ടിൽ തന്നെ 4 പേരുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന് ഒത്തിരിയേറെ ചെറുപ്പക്കാരുണ്ടെങ്കിലും ശരി, എല്ലാവരും ഒരുപോലെ മദ്യപാനത്തിലേക്ക് വരുന്നില്ല. കാരണം ചിലർ ജനിതകപരമായ ചില കാരണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ചില വീടുകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ചിലപ്പോൾ അപ്പം മദ്യപിക്കും, അല്ലെങ്കിൽ അപ്പാപ്പൻ അല്ലെങ്കിൽ അവർ മദ്യപിക്കും. അങ്ങനെ കുടുംബത്തിൻ്റെ ഹിസ്റ്ററി തന്നെ, ചരിത്രത്തിൽ തന്നെ ചിലർ മദ്യപിക്കുന്നത്. അപ്പോൾ അവർക്ക് ചില ജനിതകപരമായ കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ചിലരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ, ചിലർക്ക് ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ, വളരെ ഇമ്പൾസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ പല കാരണങ്ങളുണ്ടാവും. ഏതായാലും നല്ലൊരു സെഷനായിരുന്നു എനിക്ക് തോന്നുന്നു. നിങ്ങൾ നല്ല ഷെയറിംഗ് നടത്തി. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പം എൻ്റെ വൈഫ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കുടുംബത്തെ ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നേരിടാനായിട്ടുള്ള മനക്കെട്ടിയില്ലായിരുന്നു. ഇപ്പൊ അമ്മായിമ്മ മരുമകള് ഇതൊക്കെ ഞങ്ങള് കൈകാര്യം ചെയ്യണേ. ഞങ്ങളെ കുറിച്ച് അച്ഛൻ ചിന്തിച്ചു നോക്കിയാൻ കൈകാര്യം ചെയ്യണേ ഇത്തിരി മദ്യം ഞങ്ങൾക്ക് വേണ്ടി ആ കാലഘട്ടത്തില്. ഇപ്പൊക്കെ ഞങ്ങൾ ഓക്കെ ആയെങ്കിലും അപ്പൊ ഞങ്ങളൊന്നല്ലെങ്കിൽ ഒരു കസേരയൊക്കെ എടുത്ത് അടിച്ച് ഒരു ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി സംഭവം അവിടെ നിന്നു. അതെ, നമ്മൾ അറിയാതെ തന്നെ അതിനകത്തേക്ക് വരികയാണ് അല്ലേ? ശരി, ഓക്കെ പ്രിയമുള്ളവരെ, നമുക്ക് സമയമായി. വളരെ രസകരമായിട്ടുള്ള ഒരു ഷെയറിംഗ് ആണ് ഇവർ നടത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഈ മദ്യപാനത്തിലേക്ക് ആരും ഇഷ്ടപ്പെട്ടു വരുന്നതല്ല. ചെറുപ്രായത്തിൽ തന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ചില കാരണങ്ങൾ കൊണ്ട് അതിനകത്തേക്ക് വരുന്നതാണ്. മദ്യപാനികൾ ഇവർ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നല്ല മനസ്സുള്ളവരാണ്. പക്ഷെ സാഹചര്യം അല്ലെങ്കിൽ ചില പ്രത്യേകമായ അനുഭവങ്ങൾ അവരതിനകത്തേക്ക് നയിക്കുകയും അതിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ചിലർ അതിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. ശരിക്കും കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർ എന്തുകൊണ്ട് ഇപ്രകാരം ഒരു അവസ്ഥയിലേക്ക് വന്നു എന്ന് മനസ്സിലാക്കലാണ്. അതിനുള്ള ചില കാര്യങ്ങളാണ് ഇവർ നമ്മളുമായിട്ട് പങ്കുവെച്ചത്. ആ കാരണങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യാൻ, അവരോട് കുറച്ചും കൂടിയും സ്നേഹത്തോടു കൂടെ പെരുമാറാനൊക്കെ നമുക്ക് പരിശ്രമിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇവരുടെ ചർച്ച ഇതോടുകൂടി അവസാനിക്കുന്നില്ല. ഇനി ഇവർക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് അടുത്ത വിഷയവുമായിട്ട് ഇവരെ തന്നെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമ്മുടെ ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. ഒരു മദ്യപാനിക്ക് മദ്യം കൊണ്ട് മാത്രമല്ല നഷ്ടം വരുന്നത്. ഇപ്പൊ നമ്മൾ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ മുതൽ നമ്മൾ 4 ലക്ഷക്കും 8 ലക്ഷം രൂപയ്ക്ക് പോയി വാങ്ങിക്കുന്ന ഒരു ബിസിനസ് മൈൻഡ് അവനിലേക്ക് വരും. ഒരു രീതിയിൽ അതായത് കാര്യങ്ങൾ വ്യക്തമായി വിലയിരുത്താനുള്ള കഴിവ് അവന്റെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിനുശേഷം അതൊന്നും നികത്താൻ പറ്റാത്ത രീതിയിലേക്ക് വരുമ്പോ
നമ്മൾ മദ്യപാനത്തിന് ഫുൾ അഡിഷൻ ആവും. അതായത് 4 പെഗ് അടിച്ചവൻ 8 പെഗിലേക്ക് പോകും. കാരണം ഈ സങ്കടം പണം പോണ്, പിന്നെ ഒന്നും നേടാൻ പറ്റില്ല. ഇന്ന് മദ്യപിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്ക് സംഭവിച്ചു പോകുന്നൊരു കാര്യം എന്താന്ന് വെച്ചാല് അവരൊരു ബെൽറ്റിന്റെ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് പെട്ടുപോവാ. അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ഇറങ്ങി പോരാ, ചങ്ങളെ പൊട്ടിച്ച് പോരല് പറ്റില്ല. ഭയങ്കര കുറെ സ്ട്രെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് മദ്യപാനം നിർത്താൻ വായോ നമുക്ക് നിർത്തണം എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവർ നേരം വെളുത്തുകൂടി കാണുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയും അവരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ്. നമുക്ക് ആകെ എൻജോയ്മെന്റ് കിട്ടുന്നത് അവിടെ. ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇറങ്ങി പോരാൻ മനസ്സ് സമ്മതിക്കില്ല. എനിക്ക് പറ്റിയ ഒരു കാര്യമാണ്. അന്ന് ഇത് പല രീതിയിലും ഇപ്പൊ ചേട്ടൻ പറഞ്ഞ എനിക്ക് വണ്ടി കച്ചവടം ഉണ്ടായിട്ടുണ്ട്, ചെത്ത് ഉണ്ടായിട്ടുണ്ട്, പല മേഖലയായിട്ട് ബന്ധമുള്ള ആളാണ് ഞാൻ. പക്ഷെ അന്നൊക്കെ ഇന്നത്തെ പോലെ അന്നായിരുന്നെങ്കിൽ പലതും നമുക്ക് നമ്മുടെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ വെറും പട്ടപൂജ്യം. പക്ഷെ അതും എല്ലാവരും അനുഭവം പറഞ്ഞ പോലെ ഞാനും ഒരു പട്ടപൂജ്യമായിരുന്നു. കാരണം അന്ന് മദ്യം കഴിക്കൽ ഇന്നത്തെ പോലെ ആണെങ്കിൽ 100% തൊട്ടതൊക്കെ പൊന്നയ്യനെ. പക്ഷെ അതൊക്കെ നശിക്കുക മാത്രമേ ഉണ്ടായുള്ളൂ. 24 വർഷം മദ്യപിച്ചു. അപ്പൊ ജൂബിലി ആഘോഷിക്കാൻ നിന്നില്ല. അത് അങ്ങനെ ആഘോഷിക്കാൻ നിന്ന ചിലരൊക്കെ നഷ്ടപ്പെടുമായിരുന്നു. ചിലർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു. ഓക്കെ, ഈ 24 വർഷം മദ്യം കഴിച്ചിട്ട് എന്തെങ്കിലും ഗുണം ഷാജുവിനുണ്ടായോ? എനിക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. എൻ്റെ ശരീരമൊക്കെ നഷ്ടപ്പെട്ടു. 62 കിലോ തൂക്കത്തിൽ നിന്ന് 49 കിലോ തൂക്കത്തിലായി. ശാരീരിക ആരോഗ്യം നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുല്ലില് കിടന്ന വെള്ളരിക്ക ആ രീതിയിലായി പോയായിരുന്നു.